ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഉറക്കപ്പിച്ചിലിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന ട്രെയിനാണ്, നമ്മൾ നേത്രാവതി എക്സ്പ്രസ്സിലാണ് വന്നത്. അപ്പം അങ്ങനെ ഒരു പ്ലാനും ഇല്ലാണ്ട് ഇന്നലെ രാവിലെ 7 മണിക്ക് ടിക്കറ്റ് എടുത്ത് 11 മണിയുടെ ട്രെയിനിന് കയറി വന്നാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇവിടെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കാര്യങ്ങൾ നോക്കാം. ഇങ്ങനെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ആൾക്കാർ എൻ്റെ പുറകിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് നമ്മൾ വന്ന് ഇറങ്ങി. ചെറിയൊരു മഴ, ചാറ്റമഴയുണ്ട്. ഈ മനുഷ്യൻ രാജ എന്നാണ് പേര്. ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു സ്കൂട്ടർ റെൻറ്റിന് എടുത്തു. എനിക്ക് തോന്നുന്നു പുള്ളി വേറെ ആരും കണക്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. സീനില്ല. 580 രൂപ പറഞ്ഞു. സീസൺ ടൈം ആയതുകൊണ്ട് കുറേ നേരം സംസാരിച്ച് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. ഓക്കെ ഫൈൻ, അത്രയും രൂപയ്ക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ റൂം സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ എടുക്കുന്ന വണ്ടി. ഈ വീഡിയോ അവർ പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്, എങ്കിലും നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാര്യം എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ നമ്മൾ വണ്ടി റെൻറ്റിനെടുത്ത് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് റൂം എടുക്കാനാണ് പ്ലാൻ. മനോഹരമായൊരു വ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്തോന്നേ ഉള്ളൂ. ഞാൻ റൂമിലെത്തി ഫ്രഷായിട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാണാം. എന്ത് ഹൈറ്റല്ലേ നോക്കി. മനോഹരമായിട്ടുണ്ട്. അടിപൊളി റോഡ്. ട്രിപ്പിളൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നല്ലോ. ഇവിടെ മൊത്തം പോലീസുകാരാണെന്നാണല്ലോ പറഞ്ഞത്. ഒരുത്തൻ്റെ തല ഹെൽമെറ്റും ചട്ടിയൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്തു. ശരിക്കും ഈ കാറാണെങ്കിൽ ഒരുപാട് ദൂരെ പാർക്ക് ചെയ്യേണ്ടി വന്നേനെ. അപ്പം ഇതാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ്. ഇതൊരു യുനെസ്കോ ഹെറിറ്റേജ് സ്പേസ് കൂടാണ്. ഇത് ഓൾഡ് ഗോവയിലാണ് സിറ്റുവേറ്റഡ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് 1594 ഇൻഫൻറ്റ് ജീസസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ചേർച്ചാണിത്. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട്. ആണ് ബസിലിക്ക. ഇവിടെ ഇത് വളരെ ഫേമസ് ആവാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന വൈദികൻ്റെ മൃതദേഹം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതിൻ്റെ റിമൈനിങ്സ് ഇവിടെ ഉണ്ട്. അത് ഇത്ര വർഷം കൂടിയിരിക്കുമ്പോൾ ആളുകൾക്ക് കാണാനായി കൊടുക്കാറുമുണ്ട്. അങ്ങനെ എൻ്റെ ഗോവൻ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കയറി എന്തായാലും വന്ന ദിവസം നല്ലതായിരുന്നു. അപ്പോൾ അതൊന്ന് കാണുക എന്നുള്ളതാണ്. കണ്ടതിന് ശേഷം അകത്തേക്ക് ക്യാമറയോ ഫോണോ ഒന്നും യൂസ് ചെയ്തുകൂടാ. ബാഗ് പോലും കൊണ്ടുപോകാൻ പാടില്ല. സോ ഞാൻ അതൊന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. എന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. കല്ലിൽ, പ്ലാസ്റ്റർ ചെയ്യാത്ത കല്ലിൽ ചെയ്തേക്കുന്ന ഒരു ചേർച്ചാണ്. അതിൻ്റെ മനോഹാരിത അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നല്ല, അങ്ങനെയാണ് നിലനിർത്തിയിരിക്കുകയാണ്. ശരിക്കും അതാണ് അതിൻ്റെ ഒരു വലിയ കാഴ്ചയിലെ ഭംഗി. അപ്പം ഞാൻ അകത്തേക്ക് കയറട്ടെ ഗൈസ്. കാണുന്ന സ്ഥലത്താണ് എക്സ്പോസിഷൻ ഓഫ് ദ സീക്രട്ട് റിലിക്സ് ഓഫ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ. അതീവ തിരക്കാണ്. അങ്ങനെ ഏകദേശം 1-2 മണിക്കൂർ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ശരിക്കും ഒരു ഭയങ്കര ഫീലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ശ്രീ മങ്കേഷി ടെമ്പിളിലേക്കാണ് പോകുന്നത്. കർത്താവിനെ കണ്ടല്ലോ, ഇനി നമുക്ക് ഹിന്ദു ദൈവത്തിനെ കൂടെ കണ്ടിട്ട് ബാക്കി യാത്ര തുടരാം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 11 കിലോമീറ്ററാണ് മങ്കേഷി ടെമ്പിളിലേക്കുള്ളത്. നമ്മുടെ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട്, എടുത്തിട്ട് പോവാം. നമ്മൾ ടെമ്പിളിലെത്തി. ഇതാണ് അമ്പലം. മുടി വല്ലാണ്ടിരിക്കുന്നല്ലേ. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂട്ടറല്ലേ. മങ്കേഷ് ദേവസ്ഥാൻ. ഇതാണ് മങ്കേഷി ടെമ്പിൾ. മങ്കേഷി ടെമ്പിൾ ഇവിടെ മങ്കേഷി വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പോണ്ട എന്നാണ് സ്ഥലപ്പേര്. മങ്കേഷ് ദേവാണ് ഇൻകാർണേഷൻ ഓഫ് ശിവ. അങ്ങനെ 16-ാം നൂറ്റാണ്ടിലാണ് ഇത്
കുശസ്താലി എന്ന സ്ഥലത്തായിരുന്നു ഈ ടെമ്പിൾ ഉണ്ടായിരുന്നത്. പക്ഷേ പോർച്ചുഗീസുകാരുടെ ഇൻവേഷന് ശേഷം അത് ഇങ്ങോട്ട് മാറ്റി. അവർ തന്നെ നശിച്ചു പോകണ്ട എന്നുള്ള ഉദ്ദേശത്തോടെ ഇങ്ങോട്ട് മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഞാനൊന്ന് അകത്ത് കയറിയിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ അകത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. ഭയങ്കര ഒരു എന്താ പറയുക, നോർത്ത് സൈഡിലോട്ട് വരുമ്പോൾ അമ്പലങ്ങൾ ഭയങ്കര ഒരു സംഭവമാണല്ലേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് നേവൽ ഏവിയേഷൻ മ്യൂസിയത്തിലേക്കാണ്. ഇവിടുന്ന് 51 മിനിറ്റ് ട്രാവലുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വരുന്നിടത്ത് ഒരു ഉടുപ്പി കഫേ, മങ്കിരീഷ് ഉടുപ്പി കഫേ. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാം. നാട്ടിലെ പോലെയല്ല, ഇവർക്ക് നീ റോസ്റ്റ് എന്താണെന്ന് അറിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഗീ റോസ്റ്റ് എന്നാണ് എന്നിട്ട് പറഞ്ഞത്, എന്നിട്ടും അറിയില്ല അത് ക്യാ ഹേത്. ഞാനൊരു സെറ്റ് ഇഡ്ഡലി 2 ഉണ്ടാവുള്ളൂ. അപ്പം തൊണ്ട ഇഷ്യൂ. 2 ഇഡ്ഡലി, ഒരു സാദാ ദോശ, പ്ലെയിൻ ദോശ, ഒരു ചായ, ഇത്രയും പറഞ്ഞിട്ടുണ്ട്. കഴിച്ചിട്ട് ഇനി ബാക്കി യാത്ര തുടരാം. ഇഡ്ഡലി കടയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പം അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി, സാമ്പാർ. ചമ്മന്തിക്ക് ലേശം ഉപ്പ് കൂടിപ്പോയി. പ്ലെയിൻ ദോശയാണ്. ഭയങ്കര ചെറുതായി പോയോ എന്നൊരു സംശയം. പക്ഷേ ചെറുതാണെങ്കിലും കാര്യത്തിൽ കേമന, സംഭവം കൊള്ളാം. നൈസ്. അളവ് കുറവാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്വയംഭം ചായ, മസാല ചായ നമ്മുടെ നാട്ടിലെ കട്ടില്. അങ്ങനെ നമ്മൾ ഇവിടെ, സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി ഗൈസ്, മഡ്കായി ഫെറി ആണെന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇവിടുന്ന് ഫെറി കയറി ഇവിടെ ഇതാണ് ഞാൻ എടുത്ത സ്കൂട്ടർ. അപ്പം ഇവിടുന്ന് സ്കൂട്ടറിന് 2 വീലറിന് ഫ്രീ ആണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം ഉണ്ട്. കോർട്ടലിം എന്ന സ്ഥലത്താണ് ചെന്ന് ഇറങ്ങുന്നത്. അവിടുന്നും വീണ്ടും ഫെറി എടുക്കണമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഈ കുറച്ച് യാത്രകളൊക്കെ ഞാൻ മാക്സിമം വീഡിയോ ചെറുതാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കത് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. എന്നാൽ ഒരു പല വീഡിയോസും ഞാൻ ഇന്നലെ നൈറ്റ് ഇരുന്ന് കണ്ട വീഡിയോസൊക്കെ 1 മണിക്കൂർ 80 മിനിറ്റ് 70 മിനിറ്റ്. എന്ത് കാര്യത്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇൻഫോർമേറ്റീവ് ആവുക എന്നുള്ള കാര്യമേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എപ്പോഴും ഷോർട്ടായിരിക്കും. മാക്സിമം ചെറുതാക്കാനുള്ള ഉദ്ദേശമാണ്. അങ്ങനെ നമ്മുടെ ഫെറി നീങ്ങി തുടങ്ങി. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചില്ല, ഈ പാലം ഞാൻ കാണിച്ചു തന്നു. അതോ ഇനി ഇവിടുത്തെ എല്ലാ പാലത്തിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെയാണെന്ന് വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഫെറി ഇക്കരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 12 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ച് സുന്ദരനായിട്ടിരിക്കുന്ന ഞാൻ നേവൽ ഏവിയേഷൻ മ്യൂസിയത്തിലെത്തി. ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ. ചെറിയൊരു തുമ്പി അടക്കുന്നോട്ടുണ്ട്. ഹെലികോപ്റ്റർ ദാറ്റ് ഈസ് സീക്കിംഗ് MK-42, a commando version of Seeking MK used by Indian Marine Forces. Technical details and everything is listed there. ഇനി മലയാളത്തിൽ പറയല്ലേ. അപ്പം സോറി, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു തൊണ്ടയുടെ ഒരു കിച്ച് പ്രശ്നം. ഇതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ എഴുതി വെച്ചേക്കുന്നതെന്ന് കാണുന്നില്ല. നോക്കട്ടെ. അവിടെ ഒരു ഫ്ലൈറ്റിനെ ചരിച്ച് നിർത്തി പെയിൻ്റടിക്കുന്നു. ഫ്ലൈറ്റല്ല, ലൈക്ക് എന്തോ ഒരു സാധനം. അതെന്താണെന്ന് എൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി നോക്കാം. ഇത് HT-2 എയർക്രാഫ്റ്റ് ആണ്. ഇറ്റ് വാസ് ഡിപ്ലോയിഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ് ഫ്ലൈയിങ് ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്.
ഒരു ലീഫിൻ്റെയൊക്കെ നീളവും വീതിയും കണ്ടോ. എനിക്കൊന്ന് ഇത്രയും അടുത്ത് ഒരു എയർക്രാഫ്റ്റിൻ്റെ അടുത്ത് വരുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ. ടയർ മുട്ടയാണല്ലോ, നല്ലൊരു ടയർ വാങ്ങിച്ചിട്ടൂടെ? ഒന്നുമില്ല, എക്സിബിഷൻ വെച്ചേക്കുന്നില്ലേ? അല്ലേ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇത് സൂപ്പർ കോൺസ്റ്റലേഷൻ. സിവിൽ എയർലൈനറിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ സർവീസ് ഡിസംബർ 1981 സ്റ്റാർട്ട് ചെയ്യുന്നത്, 1961 വരെ. ഇതും എന്തോ കുട്ടി സംഭവമാണ്. ഐലാൻഡർ 1960 ബ്രിട്ടീഷ് ലൈറ്റ് യൂട്ടിലിറ്റി എയർക്രാഫ്റ്റ് designed and originally manufactured by Britten Norman of United Kingdom. 1960s പണി കഴിപ്പിച്ചെങ്കിലും 750 എണ്ണം ആർ സ്റ്റിൽ ഇൻ സർവീസ് വിത്ത് കൊമേഴ്ഷ്യൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ 750 എണ്ണം ഇപ്പോഴും ഓപ്പറേഷനിലുണ്ട്. ഇത് നോക്കിയാണ് വായിച്ചത്, അല്ലാണ്ട് ഇത് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇതൊരു മിസൈലാകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിച്ച് വരത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വേറെ ഓപ്ഷനില്ല. ഇത് നല്ല കൂർത്തൊക്കെ ഇരിക്കുന്നു, നല്ല രസമുണ്ട് കാണാൻ. സി ഹാരിയർ, ടാറ്റ ഹാരിയറിൻ്റെ ആരെങ്കിലും ആണോ എന്തോ. എൻ്റെ അമ്മ, ഇത് ലീഫ് താഴെ അടിക്കത്തില്ലേ? ഇതേ നോക്ക്, ഈ ഹൈറ്റിൽ ലീഫ് താഴോട്ടിരിക്കുന്നു. അതെന്താ അങ്ങനെ? കമോവ് 25 റഷ്യനാണ് ഒറിജിൻ. പെയിൻ്റടിയും പരിപാടിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇവിടെ കുറേ ഉണ്ട്, ഓരോന്ന് കാണിച്ച് ഞാൻ വലുതാക്കുന്നില്ല. ഓക്കെ, മ്യൂസിയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. $250 LBS വെയിറ്റ്, 500 LBS. മൈ ഗോഡ്. പുറത്ത് കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഓരോ ഫ്ലൈറ്റുകളെ പറ്റിയും. മിഗ്, മിഗ് എന്നുള്ളത് മിക്കോയൻ ആൻഡ് ഗുറേവിച്ച് എന്നാണല്ലേ, ഇപ്പം മനസ്സിലായി. നമ്മുടെ റഫാലയൊക്കെ ഉണ്ടോ എന്തോ. The liberation of Goa. Bambo. പോർച്ചുഗീസ് ടെറിട്ടറി. ഗോവ ലിബറേഷനെ പറ്റിയുള്ള സ്റ്റോറിയാണ്. ഈ സ്റ്റോറി ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണില്ലല്ലോ ഗൈസ്. നേവൽ ഏവിയേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോന്നും വായിച്ചെടുക്കാനായിട്ട് ഒരുപാടുണ്ട്. ഒരു ഫുൾ ഡേ തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം ചിലവാക്കാം. ഇറ്റ് വിൽ നോട്ട് ബി എ ലോസ്. നമ്മുടെ ഷിപ്പുകളും കാര്യങ്ങളുമാണ്, മറൈൻ ഷിപ്പുകൾ. INS വിക്രാന്ത്. ഇതല്ലേ പൊളിച്ച് മറ്റേ ബൈക്ക് ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മോനെ, അതിരിക്കുന്ന ആ ഒരു ലൈക്ക് എന്തല്ലേ, നാടിൻ്റെ അഭിമാനം. ഇതൊരു പാരച്യൂട്ടിൻ്റെ സംഭവമാണ്. വാവ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യട്ടെ. എനിക്ക് കുറച്ചൊക്കെ വായിച്ച് എൻ്റെ അറിവ് കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. സോ അതിനുശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലം നമ്മൾ വാസ്കോ ഡ ഗാമ ടൗണിലേക്കാണ് പോകുന്നത്.
അപ്പം ലെറ്റ്സ് ഗോ. ഒരു ചെറിയ കഫേയാണ്. നമ്മളൊരു ചെറുതായിട്ടൊരു ചായ വാങ്ങിച്ചു. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കുടിക്കാണ്ട് പോകുന്നത്. കോക്കൊക്കെ ഇരിപ്പുണ്ട്. അമ്പ നല്ല ചൂടായിരുന്നു ഗൈസ്. പക്ഷെ ഒരു കപ്പിലൊക്കെ തരായിരുന്നു. 40 രൂപയുടെ ചായ ചെയ്തിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ തരികയെന്ന് വെച്ചാൽ ഇത്തിരി ഡാർക്കല്ലേ. നല്ല ചൂടാണ്. ജിഞ്ചർ ടീ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ജിഞ്ചറൊന്നും കാണുന്നില്ലല്ലോ. നേവിക്കാരും പറ്റിക്കാൻ തുടങ്ങി. ചുമ്മാ പറഞ്ഞ കേട്ടോ, ഇന്ത്യൻ നേവി അങ്ങനെ ഞാൻ പുച്ഛിച്ചൊന്നുമല്ല. അടിപൊളി ചായ. രണ്ട് കൈ കൊണ്ട് പിടിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ചൂട് കാരണം കൈ വരച്ച് ദേഹത്തെ കാണാൻ വീണാലേ വെറുതെ സീനാക്കണ്ടല്ലോ. സവനിയർ ഷോപ്പാണ്. ഒരു കപ്പ് വാങ്ങിച്ചു. ഈ കപ്പിനോട് ഭയങ്കര ഫാൻറ്റസിയാണ് ആക്ച്വലി. ഇന്നലെ കഴിഞ്ഞ എവിടെയായിരുന്നു, ഗോവ. ഇപ്പോഴാണല്ലോ ഗോവയിൽ നിൽക്കുന്നത്. ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ മോനൊരു കപ്പ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അവൻ 2 ദിവസം കപ്പ് താഴെ വെച്ചിട്ടില്ല. അവനത് ഇന്ന് രാവിലെ ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോഴും അവൻ അതും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എൻ്റെ മോനല്ലേ. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങാൻ ഗൈസ്. വാസ്കോ ഡ ഗാമ. വാസ്കോ സിറ്റിയുടെ ഒരു ഭാഗമാണ്. ഇവിടെ കുറേ ബൈക്ക് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് വാസ്കോ സിറ്റിയിൽ ഞാൻ വലുതായിട്ട് ഒന്നും കണ്ടില്ല. വാസ്കോ ഡ ഗാമ ഇവിടെ ആണോ എന്തോ ഒന്ന് കാല് കുത്തിയത്. പൂച്ച അടിച്ച് ഫിറ്റാണോ എന്തോ. സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ എങ്ങോട്ട് തിരിഞ്ഞാലും വൈൻ ഷോപ്പും കാര്യങ്ങളും മാത്രമാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഒരു പോർച്ചുഗീസ് ലേബൽ അല്ലെങ്കിൽ വിൻറ്റേജ് എന്നൊക്കെ പറയുന്ന കൂട്ട് വളരെ പഴക്കമുള്ള, ആ പഴക്കത്തിൻ്റെ തനിമ നിലനിർത്തുന്ന തരത്തിലുള്ള ബിൽഡിങ്സാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ നമ്മളുടെ സൗത്ത് ഗോവ ഏകദേശം, ഞാൻ എല്ലാ സ്ഥലമൊന്നും പോയിട്ടില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ മാർക്കറ്റ്സ് ആണ്, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. പച്ചച്ചിങ്ങൻ റോബസ്റ്റയുടെയൊക്കെ അയ്യരുകളിയാണ് കേട്ടോ. ഇത് ഓറഞ്ച്. വെളുത്തുള്ളി കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട്. ഒരു മൊബൈൽസിൻ്റെയൊക്കെ ഏരിയ ആണ്. അത്യാവശ്യം ക്രൗഡഡാണ്. മൊബൈൽസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും. അങ്ങനെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. ലോക്കൽ മാർക്കറ്റ്സ് കാര്യങ്ങൾ അത്യാവശ്യം ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കിട്ടും. നമ്മുടെ നാട്ടിൽ 600-നും 800-നൊക്കെ വിൽക്കുന്ന സാരി ഇവിടെ 300-350 അവർ പറയുന്ന പ്രൈസ്. നമ്മൾ ബാർഗെയിൻ ചെയ്യാതെ തന്നെ ഡിസ്കൗണ്ട് വയ്ക്കുമ്പോൾ 300 ആക്കും. പിന്നെ ഒരു 250 പറഞ്ഞാൽ മേ ബി ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് 280-നും 220-നും ഒക്കെ കിട്ടിയേക്കും. ഞാൻ എന്തായാലും 2 സാരിയും ഒക്കെ വാങ്ങിച്ചു. ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാമല്ലോ. വണ്ടി റെൻറ്റിനെടുക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. വണ്ടി എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്താൽ അതിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള കട നോക്കി വെക്കുക. ഇല്ലെങ്കിൽ മച്ചാനെ പണി കിട്ടും. അങ്ങനെ ഏകദേശം 1-1.5 മണിക്കൂർ ഇവിടെ എല്ലാം കറങ്ങിയതിന് ശേഷം നമ്മളിതാ സൗത്ത് ഗോവയിൽ നിന്ന് നോർത്ത് ഗോവയ്ക്ക് പോവുകയാണ്. ഏകദേശം സമയം കാണിക്കാൻ എൻ്റെ വാച്ച് ചാർജില്ല. വാച്ച് ചാർജ് ചെയ്യാനോടുള്ള സമയം എനിക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഞാൻ റൂം എടുത്തെടുത്ത് ഒറ്റ സോക്കറ്റേ ഉള്ളൂ. അതുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെ ഒരുവിധം നടന്ന് നമ്മൾ ആദ്യം കാണിച്ച ഫ്രൂട്ട് സ്പീഡിയുടെ അടുത്തെത്തി. അപ്പോൾ ഇതിൻ്റെ അടുത്ത റോയിലാണ് ഞാൻ സ്കൂട്ടർ വെച്ചത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞില്ലേ ആ പൂച്ച അടിച്ച് ഫിറ്റായിട്ട് കിടക്കുകയാണ്. 1.5 മണിക്കൂർ മുമ്പ് ഞാൻ പോയപ്പോൾ കിടന്ന അതേ കിടത്ത. മച്ചാനെ എണീറ്റ് വീട്ടിൽ പോ. സ്പ്രേകൾ എന്നെ അഹടാതെ ആകർഷിക്കുന്നുണ്ട്. നല്ലൊരു കളക്ഷൻ.
നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് ഇവിടാണ്. ഇത് ഓർക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ഇവിടെ 2 വീലർ പാർക്ക് ചെയ്യുന്നതിന് 50 രൂപയാണ്. അന്ന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വണ്ടി അവിടെ ഇരിക്കുമല്ലോ, നല്ല ഇതൊന്നുമില്ല. അഗോഡ ഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഗോഡ ഫോർട്ട് ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് ഈ കോട്ട. അറേബ്യൻ കടലിൻ്റെ തീരത്താണ്. അപ്പോൾ പനാജി ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഇപ്പുറത്ത് മാറിയിട്ടാണ് ഇതുള്ളത്. ഇതിൻ്റെ നിർമ്മാണം 1612 ആണ്. ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത തിരക്കുണ്ട്. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം. 25 റുപ്യേ ഉള്ളൂ ടിക്കറ്റ്. ഇന്ത്യൻസിന്, ഫോറിനേഴ്സിന് 300 ആണ്. നമുക്ക് ടിക്കറ്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഹെൽമെറ്റ് വെച്ച തലേ ഒന്ന് ചീപ്പാനായിട്ട് ശ്രമിച്ചതാണ്. നൈസായിട്ട് പൊങ്ങിയിരിക്കുന്നു. മറ്റേ ജഗതിയുടെ ഇല്ല സിനിമയ്ക്കകത്ത് മുടി നേരെ നിൽക്കാനുള്ള എണ്ണ വാങ്ങിച്ച് തേച്ച് അതിനുശേഷമാണ് ഇതിങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്ന അവസ്ഥ. നിങ്ങൾ ഫോർട്ടാണ്, എന്നെ കണ്ടിട്ട് എന്ത് കിട്ടാനല്ലേ. അഗോഡ എന്ന വേർഡ് ശരിക്കും പോർച്ചുഗീസ് വേർഡാണ്. പോർച്ചുഗീസിൽ അഗോഡ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം. അപ്പം ഇവിടെ നിന്ന് ഷിപ്പിൽ വരുന്നവർക്ക് നല്ല തെളിനീര് പോലത്തെ വെള്ളം കൊടുത്തിരുന്നു എന്നൊക്കെ ഗൂഗിൾ പറയുന്നുണ്ട്. ഗൂഗിളല്ല, ChatGPT പറയുന്നുണ്ട്. ജലസേചനം എന്നാണ് ശരിക്കും അർത്ഥം. വെള്ളം എന്നും ആ പദത്തിന് അർത്ഥമുണ്ട്. ഫോർട്ട് അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഫോർട്ടിനകത്ത് 23,76,000 ഗാലൻ വെള്ളം സൂക്ഷിക്കാനുള്ള ടാങ്ക് ഉണ്ട് എന്നാണ് വെയ്പ്പ്. ഉണ്ടോ എന്തോ. ഇതുവഴിയാണ് ഫോർട്ടിലേക്കുള്ള എൻട്രൻസ്. ഒരു പ്ലാസ്റ്റർ പോലും ചെയ്യാണ്ട് ഇത്ര ഉറപ്പോടെ അവന്മാരുടെ കൺസ്ട്രക്ഷൻ ശരിക്കും ഞെട്ടിക്കുന്ന തന്നെ. ഫോർട്ടിനകത്തേക്ക് കയറുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. ആ സ്റ്റെപ്പ് കയറുന്നതാണ്. ഞാൻ അണയ്ക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്. അതുകൊണ്ട് മുകളിലെത്തിയിട്ട് കാണിക്കാം. ഫോർട്ടിൻ്റെ അകത്ത് കയറി അതിൻ്റെ മുകളിലേക്ക് കയറാം. നമുക്കത് കാണിക്കാം. ഞാൻ ആ ഒരു വ്യൂ കാണിക്കാം. ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു വ്യൂ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, അത്യാവശ്യം നല്ല ചൂടുണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല, വെയിലില്ല. വാച്ച് ടവർ ആയിരിക്കണം. അപ്പം ഇത്രയുമാണ് അഗോഡ ഫോർട്ടിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യട്ടെ. സ്പെൻഡ് ചെയ്തതിന് ശേഷം അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അഗോഡ ഫോർട്ട് ഏകദേശം മൊത്തം കണ്ടു തീർന്നു. കുറച്ച് നേരം ഞാൻ സ്പെൻഡ് ചെയ്തു അവിടെ ഇവിടേക്ക്. മറ്റേ വെള്ള സംഭരണിയുടെ കാര്യം പറഞ്ഞുള്ളൂ കേട്ടോ, അതിനകത്തുണ്ട്, സീനില്ല. പിന്നെ അടുത്ത് പോകുന്നത് ചപ്പോര ഫോർട്ടിലേക്കാണ്. അത് ചപ്പോര ഫോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന നമ്മളുടെ ദിൽചാത്ത ഹേ ഫോർട്ട് എന്നും അറിയപ്പെടുന്നു. ആഫ്റ്റർ ദ ഫിലിം അങ്ങനെ അറിയപ്പെടുന്നു. അപ്പം നമ്മൾ നേരെ ചപ്പോര ഫോർട്ട്, ഇവിടുന്ന് 43 മിനിറ്റ് 17 കിലോമീറ്റർ. ഇതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് കഴിക്കാൻ നല്ലൊരു സ്പോട്ട് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലഞ്ച് കഴിക്കും. സമയം ഏകദേശം 1:30 നല്ല വിശപ്പടിക്കുന്നുണ്ട്. ഓക്കെ, ബൈ. ഇവിടെ വല്ലതും കഴിക്കാനുണ്ടോയെന്ന് നോക്കാം. നമ്മുടെ മദ്രാസികളാണല്ലോ, ചെന്നൈ പേര് കേട്ടാൽ നിർത്താതിരിക്കാൻ പറ്റില്ലല്ലോ. വഴി കണ്ട ഒരു കട, എന്താകുമെന്ന് അറിയത്തില്ല. ഒരു ചിക്കൻ താലി ഓർഡർ ചെയ്തിട്ടുണ്ട്. 150 രൂപ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. വരുമ്പോൾ എന്താവുമോ എന്തോ. ഇതിനു മുമ്പ് ഒരു എന്താ പറയുക, ചെന്നൈ പൊന്നളവ് ഒരു സെറ്റ് ദോശയ്ക്ക് 210 രൂപയെന്ന്. ഞാൻ അവൻ്റെ മെനു തിരിച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വരുന്നത്. അവൻ താങ്ക് യു എന്ന് ഞാൻ പറഞ്ഞു, താങ്ക് യു. ഇവിടെ പിന്നെ ഫ്രണ്ടിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, 150 ചിക്കൻ ബിരിയാണി 150 രൂപ അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നു. ബിരിയാണി കഴിക്കാനാണെങ്കിൽ ഇവിടം വരെ വരേണ്ട കാര്യമില്ലല്ലോ. ഇതൊന്ന് വരട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം ഒരുത്തം വന്നിരുന്ന് ഗെയിം കളിച്ച്, അവൻ കുറേ മുമ്പ് എണ്ണീറ്റ് പോയത് അടുത്ത വന്നിരുന്ന് കളിച്ച്. ശരിക്കും എനിക്ക് ഫുഡ് തരുമോ എന്തോ, തമ്പുരാനറിയാം. അവൻ്റെ മുടി എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, ഇവനാള് കൊള്ളാം.
അവസാനം നമ്മുടെ ഫുഡ് എത്തി, നമ്മൾ കഴിക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. കഴിച്ചു തുടങ്ങാം. ചപ്പാത്തി ചുട്ടെടുത്തതാണ്. ചിക്കൻ കറി വെച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോട്ട് ബാഡ്, നോട്ട് ബാഡ് ഒന്നുമില്ല, അടിപൊളി. മുട്ട കൊത്തിയിട്ടാണ് എന്താ? അതെ, ക്യാബേജും അതും ഇതുമൊക്കെ. ചപ്പാത്തിക്ക് രാജ്മ പോലെ ഒരു ദാല് കൊണ്ട് വെച്ചിരിക്കുന്നു. രാജ്മയാണോ? അതെ. കൊള്ളാം. പക്ഷേ ആക്ച്വലി ചിക്കൻ കറിക്ക് ഉപ്പ് പാകത്തിന്, അതിന് ഉപ്പ് കുറവാന്ന് തോന്നും. ചിക്കൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. റൈസിൻ്റെ കൂടെ ട്രൈ ചെയ്യാം. മറ്റേ പൊന്നരി ചോറോ പച്ചരി ചോറോ അതെങ്ങണ്ട. ഇപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ കിട്ടി. ചോറിനും ഒരു ഉപ്പിടത്തില്ല കേട്ടോ. അതിൻ്റെ ഉപ്പ് കൂടെ ചിക്കൻ കറിക്കകത്ത് വാരിയിട്ടേക്ക് വന്നു. അപ്പം ഞാനൊന്ന് കഴിച്ചു കേട്ടെ. അങ്ങനെ നമ്മൾ ചപ്പോര ഫോർട്ടിലെത്തി. ഗോവയിലെ വളരെ പ്രശസ്തമായ അടുത്ത ഒരു കോട്ടയാണിത്. 1717 പോർച്ചുഗീസുകാർ ഇതിനെ പുനർനിർമ്മിച്ചതാണ്. ചപ്പോര നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന കാലത്ത് സുൽത്താൻ ആദിൽ ഷായുടെ അധീനതയിലായിരുന്നു. അവിടെ നിന്നാണ് പോർച്ചുഗീസുകാർ വെട്ടിപ്പിടിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയാൽ ചപ്പോര നദി കാണാം എന്ന് പറയപ്പെടുന്നു. നോക്കാം, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ കുഴഞ്ഞു ഗൈസ്. എൻ്റെ ദൈവമേ, നല്ല കയറ്റമായിപ്പോയി. അവന്മാരിവിടെ ഇത്രയും സ്ഥലം ഉണ്ടാക്കിയിട്ട് ഇന്ന് വണ്ടി ഇവിടം വരെ കൊണ്ടുവരിപ്പിച്ചടേ ബദ്മാഷ്. അയ്യോ അമ്മേ, 120 സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. താഴെ നിന്ന് ആരുടെ പറയുന്നത് കേട്ടു. കയറി നോക്കാമല്ലേ. ഹാഫ് വേ ഡൗൺ. ഇനി ബാക്കി കൂടെ കയറണം. അങ്ങനെ അവിടെ ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തു. 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ ഐഫോൺ സ്റ്റോറേജ് ഫില്ലായി. അപ്പം സംഭവം ഈ വാട്സാപ്പിൽ ഞാൻ മീഡിയ അകത്തോട്ട് കയറാൻ അനുവദിക്കാറില്ല. അപ്പം അത് ഗാലറിയിൽ നോക്കിയാൽ കിട്ടില്ലല്ലോ ഡിലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം ഞാനത് കണ്ടുപിടിച്ചു. ഞാൻ ഐഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ. മുകളിലോട്ട് കയറും തോറും വ്യൂ മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതല്ല ആലോചിക്കുന്നത്, ദിൽചാത്ത ഏത് കാലത്തിറങ്ങിയ പടം. അന്ന് അമീർ ഖാനും പരിവാരങ്ങളും എല്ലാം ഇത്രയും സ്റ്റെപ്പ് 120 സ്റ്റെപ്പ് കയറിയാണ് എൻ്റെ മുകളിൽ വന്ന് ഷൂട്ടിങ് നടത്തിയത്. അയ്യോ, ഭയങ്കര തന്നെ മനോഹരം. ഫോർട്ടുകൾ എന്നും ഒരു വിസ്മയം തന്നെയല്ലേ. ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ കാസർഗോഡ് ഫോർട്ടുകളൊക്കെ ചെയ്തു. ശരിക്കും എന്ത് എഫേർട്ട് എടുത്തിട്ടാണ് അന്ന് അതൊക്കെ ചെയ്തത്. പക്ഷേ അതിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട് 80 വ്യൂ കണ്ട ആകെ. എൻ്റെ ദൈവമേ, അത് എത്ര ദിവസത്തെ ട്രാവല്, എഫേർട്ട്, കാര്യങ്ങളൊക്കെ. ബീച്ച് ലൈവായി തുടങ്ങി. ടൈം ആയല്ലോ ബീച്ചിൻ്റെ. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാതെ കണ്ണുകൾ തുറന്ന് പിടിച്ചുകൊണ്ട് എന്നെ കണ്ടുകൊണ്ട് മറ്റേ പാട്ട് മനസ്സിലാലോചിക്കുക. ദിൽചാത്ത ഹേ ഞാൻ പാടി കുളമാക്കത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഇല്ലാതെ ഇപ്പോൾ പടയുന്ന സ്റ്റെപ്പ് ഇറങ്ങാനുള്ള ആരോഗ്യമില്ല, മാനസികാവസ്ഥയില്ല. അവിടെ ഇവിടെയൊക്കെ കുറേ കല്ലുകളൊക്കെ പൊങ്ങി നിൽപ്പുണ്ട്. എന്തുവാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു സാധനം നിൽപ്പുണ്ട്. അതിനകത്ത് കുറേ നേരമായിട്ട് ഞാൻ നോക്കുന്നു. പക്ഷേ ഓരോരുത്തർ മാറി തിരിഞ്ഞും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇരുന്നു. ഇപ്പം നല്ല സൂര്യൻ വീണ്ടും താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗോവയുടെ നല്ലൊരു ഭാഗം ഫോർട്ടുകൾ കാര്യങ്ങളെല്ലാം കവർ ചെയ്തു. ഇനി
ഈവനിങ് ടൈമായി, 5 മണിയോളം സമയമായി. ഇനിയിപ്പം നമുക്ക് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. അപ്പം വേറൊരു വലിയ കാര്യം പറയാനുള്ളത്, ഗോവയ്ക്ക് വരുന്നത് എന്തോ വലിയ അപരാധമാണെന്നുള്ള രീതിയിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊരു പരക്കെ ആക്ഷേപമുണ്ട്. ഗോവയിൽ പോയിട്ടില്ല, അവൻ വന്നു, ഈ ഗോവയെ കള്ളുപിടിക്കാനും പെണ്ണുപിടിക്കാനും മാത്രമാണ് വരുന്നതെന്നൊരു അശരീരി. സത്യമല്ലേ? ഞാൻ പച്ചക്ക് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെ, ഇപ്പം ഏകദേശം 5 മണി അടുക്കുന്നു, ഈ സമയം വരെ വൈൻ ഷോപ്പുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി ദാറ്റ് വി ഷുഡ് ഡ്രിങ്ക്. അപ്പം അങ്ങനെ ഗോവയുടെ നല്ലൊരു ഭാഗം കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ബീച്ച് കൂടെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈവനിങ് ടൈം ബീച്ചിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ബീച്ച് ബാഗ ബീച്ച്, ദ മോസ്റ്റ് ഫേമസ് ബാഗ ബീച്ചിലാണുള്ളത്. അപ്പം എൻ്റെ ഗോവ ട്രിപ്പ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഗോവ ട്രിപ്പ് അവസാനിക്കുന്നില്ല കേട്ടോ, എനിക്ക് ഗോവ വ്ളോഗേ അവസാനിക്കുന്നുള്ളൂ. അപ്പം ബീച്ച് ഭയങ്കര ക്രൗഡഡാണ്. ഇതേ സമയമായി വരുന്നതേ ഉള്ളൂ. ഇതേ കൂട്ട് ഏകദേശം 10-30 ബീച്ചുണ്ട് ഗോവയിൽ. എല്ലാം കൂടെ വിസിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മാസം ഇവിടെ നിൽക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പം ഈ വ്ളോഗ് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഗോവയിൽ വന്നാൽ കള്ളുടിയും പെണ്ണുടിയും മാത്രമല്ല, ഇതേ കൂട്ടുള്ള കുറേ ഹെറിറ്റേജ് സ്പേസ്, 2 ജെറ്റ് വിമാനം പോകും. അപ്പോൾ ഇതേപോലുള്ള കുറേ ബീച്ച്, പിന്നെ കുറേ സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് കാണാനുണ്ട്. അല്ലാണ്ട് ഗോവയിൽ പോകുന്നവരെല്ലാം കള്ളു കുടിക്കാനല്ല വരുന്നത്, അല്ലെങ്കിൽ ഡ്രഗ്സ് അടിക്കാനല്ല വരുന്നത്. അപ്പം ഈ വ്ളോഗ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോവയ്ക്ക് വരാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ബെനിഫിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അടുത്ത ഒരു സ്ഥലവുമായി ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ, ലവ് യു, ടേക്ക് കെയർ ഗൈസ്.